സൈറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ, എടുക്കുന്ന വർക്കുകൾ, ഡിസൈൻ, മോഡൽ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടി കാണിക്കാൻ വേണ്ടി ഒരു വ്ളോഗ് ആയിട്ട് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലാണുള്ളത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതൊരു പുതിയ ഒരു പരിപാടിയാണ്. ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പോലെയല്ല. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മുഴുവൻ ഷോർട്സാണ്. അപ്പോൾ അതൊന്ന് മാറ്റി പിടിച്ചിട്ട് നമ്മൾ സൈറ്റിൽ ഇപ്പം വർക്ക് ചെയ്യുന്ന ഈ പുറകിൽ കാണുന്ന ഈ സൈറ്റിൽ ഇതേപോലുള്ള സ്ഥലത്തൊക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഓരോ വീഡിയോസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരുവിധം എല്ലാത്തരം വീഡിയോകളും വരും. നമ്മൾ വർക്കിന് വേണ്ടി പല സ്ഥലത്തൂടെ യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ അവിടേക്കുള്ള യാത്രകളുടെ വീഡിയോസ്, പിന്നെ സൈറ്റിലൊക്കെ ചില സമയത്ത് ഭക്ഷണം വെച്ച് കഴിക്കുകയാണ്, ചെറിയ രീതിയിലാണെങ്കിൽ പോലും. അപ്പോൾ ഭക്ഷണം, കുക്കിംഗ്, അങ്ങനെയുള്ള സംഗതികൾ വരാൻ സാധ്യതയുണ്ട്. അത് ആദ്യം പറഞ്ഞ പോലെ ട്രാവലിങ്, കുക്കിംഗ്, പിന്നെ നമ്മുടെ വർക്ക് സംബന്ധമായ വീഡിയോസ്, അങ്ങനെയുള്ള വീഡിയോസെല്ലാം ഈ ചാനലിനകത്ത് വരുന്നതായിരിക്കും. പുതിയൊരു ചാനലാണ്, തുടങ്ങി വരുന്നേ ഉള്ളൂ. അതിൻ്റേതായ ഭാഗപ്പുഴകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഈ വീടാണ്. ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഗൈസ് നമ്മളിപ്പോൾ പണിയെടുക്കുന്ന വീട്. ഇതിൻ്റെ ഫ്രെയിമും ഡോറും ഫിറ്റിങ്സാണ്. ഫ്രെയിമും ഡോറും പണിത് നമ്മൾ പണിയെല്ലാം കഴിഞ്ഞു. ഇനി അത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു വീടാണ്. ഏതാണ്ട് 4500 സ്ക്വയർ ഫീറ്റോളം വരും. ഇത് കാസർഗോഡ് കർണാടക ബോർഡറിലാണ് ഉള്ളത്. കാസർഗോഡ് ജില്ലയിൽ കർണാടക ബോർഡറിലുള്ള ഒരു വീടാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിമും ഡോറും നമ്മൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഗൈസ് നമുക്ക് പിടിപ്പിക്കാനുള്ള സാധനങ്ങൾ. ഈ വീടിൻ്റെ ഫ്രെയിമും ഡോറുമാണ്. വലിയ സൈസാണ്. മരം കുന്നിയാണ്. നല്ല പൊടി, നല്ല കുത്തലുമൊക്കെ ഉണ്ട് പൊടിക്ക്. എന്നാലും പണിയെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം ഫിറ്റ് ചെയ്യണം. ഈ ജനലിൽ കൂടെ ഇതുണ്ടോ, മുകളിലൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം പിടിപ്പിക്കാനുണ്ട്. ഇതെല്ലാം പിടിപ്പിക്കാനുള്ളത്. അതെല്ലാം കുറേയൊക്കെ കൊള്ളിച്ച് വെച്ചതുണ്ട്, പിന്നെ കൊള്ളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്രെയിമും ഡോറുമാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. അതിൻ്റെ പണിയാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പിടിപ്പിക്കണം. ഇതിൻ്റെയൊക്കെ സൈസ് കണ്ടോ, നല്ല ഫുൾ ഭിത്തി സൈസിലാണ് കട്ടള പണിത് വെച്ചേക്കുന്നത്. നമ്മുടെ പണിയല്ല, നമ്മളെടുത്തല്ല. നമുക്ക് ഫ്രെയിമും ഡോറും മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കയ്യിൽ വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക്. ഫ്രെയിം ഫിറ്റിങ്സാണ്. ഇപ്പോൾ ജാഗിരി ഒന്നും വന്നിട്ടില്ല. അടുത്ത ദിവസമൊക്കെ വരുള്ളൂ. ഫിറ്റിങ്സ് സാധനങ്ങളൊന്നും ഇപ്പം വന്നിട്ടില്ല. 2-3 ദിവസം കഴിഞ്ഞ് അതൊക്കെ എത്തുള്ളൂ. നമ്മളതെല്ലാം കട്ട് ചെയ്ത് ഇതേപോലെ എല്ലാം കൊള്ളിച്ച് വെക്കണം. കൊള്ളിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിജാഗിരി വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പരിപാടി നടക്കുമല്ലോ. മോഡലൊന്നുമില്ല, വലിയ മോഡലുകളൊന്നുമില്ല. എല്ലാം സിമ്പിൾ ചെക്കാണ്. ഇതിനകത്തെല്ലാം ഗ്ലാസ്സൊക്കെ ഇട്ട് ഫിറ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കി കൊടുക്കുന്നത്. 2 പാളിയാണ്. 2 പാളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു ജനലിന് 2 ഫ്രെയിം, പകുതിയും പകുതിയുമായിട്ട്. ഇത് കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ ഡോറിൻ്റെ മോഡല്. ഇത് ഫ്രണ്ട് ഡോറാണ് ഇവിടെ വരുന്നത്. നല്ല സൈസാണ്, ഭയങ്കര വലുതാണ്. നല്ല കുന്നിയായതുകൊണ്ട് നല്ല വെയിറ്റും ഉണ്ട്. ഇവിടെയൊക്കെ ഡോറ് വരുന്നുണ്ട്. ഇത് കണ്ടോ, അത് വിൻഡോയാണ്. ഇത് ഡോറ് വരും. ഇത് ഒരു ബെഡ്റൂമാണോ ലിവിങ് ആണെന്ന് തോന്നുന്നു. ഇത് വലിയ സെറ്റപ്പ് ആണ്. ഭയങ്കര വലിയ വീടാണ്. കണ്ടോ, മുകളിലൊരു ഹാള് മാത്രമേ ഉള്ളൂ. സ്റ്റെയർ കേസ് മുകളിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇതൊരു ഒറ്റ നിലയാണ്. മുകളിൽ താമസിക്കാനുള്ള റൂമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടുന്ന് പുറത്തേക്കൊരു സിറ്റ് ഔട്ട് വരുന്നുണ്ട്. മെയിൻ സിറ്റ് ഔട്ട് അപ്പുറത്താണുള്ളത്. ഇതാണ് മെയിൻ സിറ്റ് ഔട്ട് വരുന്നത്. അവിടെയാണ് കാർ പോർച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെ പുറത്ത് ഇത് ഒരു ബെഡ്റൂമാണ്. ഇതിൻ്റെയൊക്കെ ഡോറിൻ്റെയൊക്കെ സൈസ് കണ്ടോ, വളരെ വലിയ ഡോറാണ് വരുന്നത്. ഒറ്റപ്പാളി ഇത്രയും വലിയൊരു ഡോറ് 110 സെൻറ്റിമീറ്ററിന് മുകളിൽ വീതിയുണ്ട്. അങ്ങനെ ഒരു വലിയ ഡോറാണ് വരുന്നത്. കിച്ചണിലേക്ക് കിടക്കുന്ന ഒരു ഹാളാണ്. ഇതിനൊക്കെ ഡോറുണ്ട്, എല്ലാത്തിനും ഡോറാണ്. ഇതിൻ്റെ ഡോറ് കൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. കിച്ചണിന് പുറത്തേക്കുള്ള ഡോറാണ്. അത് കൊള്ളിച്ച് കഴിഞ്ഞു. ഇവിടെ ഗ്രില്ലാണ് ഇട്ടേക്കുന്നത്. ഇവിടെ അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു 3 പാളി ജനലുണ്ട്, അല്ലാതെ വേറെ പണിയില്ല. ഇതെല്ലാം ഗ്രില്ലായതുകൊണ്ട്. പക്ഷെ നമുക്ക് ഈ ഡോറുണ്ട്, ഇവിടെ ഡോറുണ്ട്. ഇതെല്ലാം കൊള്ളിക്കണം. അപ്പോൾ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കൊള്ളിച്ച് വെച്ചേക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്സ് സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പിടിപ്പിച്ച് നമുക്ക് തൂക്കി ഗ്ലാസ്സൊക്കെ ഇട്ട് കൊടുത്ത് ഒഴിവാക്കാം. ഇവിടെയൊക്കെ ഫുൾ ഓപ്പണാണ്. അതൊക്കെ ഗ്ലാസ് ആയിരിക്കും വരുന്നത്. ഒന്നും
നമ്മുടെ ഇതിലുള്ളതല്ല. പിന്നെ ഈ സ്റ്റെയറിൻ്റെ വർക്ക് നമുക്കുള്ളതാണ്. സ്റ്റെയറിൻ്റെ റെയിൽ ഹാൻഡിലെല്ലാം കൂടെ നമ്മൾ ചെയ്യേണ്ടതാണ്. അത് ഗ്ലാസും വുഡും തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അതേ നമ്മളോട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. കണ്ടോ, ഒരു ഭിത്തി നിറച്ചും കട്ടിളഞ്ഞല്ലോ.